സാറേ, നരവണയുടെ ഒരു ബുക്ക് പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അത് സൈന്യം ബുക്ക് പ്രസിദ്ധീകരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന തരത്തിൽ. അങ്ങനെയാണെങ്കിൽ മുമ്പ് സോണിയയുടെ കാലത്ത് ഇതുപോലെ റോയെ പരാമർശിക്കുന്ന ഒരു ബുക്ക് എഴുതുകയോ അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം പിൻവലിക്കുകയൊക്കെ ചെയ്തൊരു സംഭവം ഇല്ലേ? അത് നമ്മുടെ പ്രേക്ഷകർക്ക് അത്ര പരിചിതവുമായിരിക്കും. അത് ഈ നരവണയുടെ പുസ്തകത്തിനേക്കാൾ കുഴപ്പം പിടിച്ചതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നരവണയുടെ പുസ്തകം പെൻഗ്വിൻ പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞിരുന്നു. ഞാനും അത് കാത്തിരുന്നതാണ്. പൈസ അടച്ച പല ആളുകൾക്കും ആ പുസ്തകം കിട്ടിയില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അനുവാദം പ്രതിരോധ വകുപ്പ് കൊടുത്തില്ല. അതായത് ഓഫീസർമാരായിരുന്നവര് മാനുസ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്യണം എന്നൊക്കെ നിയമമുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് ശരിക്കും ഈ സർവീസിലുള്ള ഓഫീസർമാർ എന്നാണ്. ഇയാൾ റിട്ടയർ ചെയ്തു പോയതല്ലേ. അതിൽ സംഭവിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻഗ്വിൻ ആണ് പ്രതിരോധ വകുപ്പിനോട് അനുവാദം ചോദിച്ചത്. നരവണ പോലുമല്ല ഞങ്ങളിത് ചെയ്തോട്ടെ എന്ന്. അപ്പൊ സമ്മതിച്ചില്ല. പക്ഷെ ആ പീരീഡില് 35 പുസ്തകങ്ങൾ പട്ടാളക്കാർ എഴുതിയത് പ്രതിരോധ വകുപ്പ് അനുവദിച്ചിട്ടുണ്ട്. വേറെ 35 ഇതിന് മാത്രമാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരാവശ്യമില്ലാതെ മറ്റേ രാജ്നാഥ് സിംഗിനെ മോദിയൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ. രാജ്നാഥ് സിംഗ് പറഞ്ഞത് നിങ്ങൾ ഉചിതമായത് ചെയ്യൂ എന്നല്ലേ പറഞ്ഞത്. അങ്ങനെയല്ലേ പറയണ്ടേ? അവിടുന്ന് 4 ടാങ്ക് വരുന്നുണ്ട്, ചൈനക്കാര് 4 ടാങ്ക് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ ഉചിതമായത് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഇടിച്ചു നിരപ്പാക്കണം എന്ന് ഇയാൾക്ക് തോന്നിയാൽ അതല്ലേ ഇയാൾ ചെയ്യണ്ടേ? ഒന്നാമത് ഒരു ശത്രു ഇങ്ങോട്ട് കയറുമ്പോ നോക്കി നിൽക്കുകയാണോ വേണ്ടേ 2-3 മണിക്കൂർ? മറുപടി കൊടുത്തിട്ട് അക്കാര്യം പ്രതിരോധ മന്ത്രിയോട് പറഞ്ഞാലും പോലെ. ഇയാൾക്ക് കഴിവില്ല. അതുകൊണ്ടാണല്ലോ മറ്റേ ബിപിൻ റാവത്ത് മരിച്ചു കഴിഞ്ഞപ്പോ ഇയാൾക്ക് സംയുക്ത സേനാ മേധാവി ആകണം എന്നുണ്ടായിരുന്നു. ഇയാളാക്കിയില്ല. അതിലുള്ള ചുരുക്കാണ് ഇയാൾ ഈ പുസ്തകത്തിൽ തീർത്തത്. റിട്ടയർ ചെയ്ത അനിൽ ചൗഹാനെ ആണ് ആ സ്ഥാനത്തേക്ക് കേന്ദ്രം കൊണ്ടുവന്നത്. അപ്പൊ ആ പ്രശ്നമാണ്. ഇയാൾക്ക് കഴിവില്ല. ഇയാൾ എങ്ങനെയാണ് ബിപിൻ റാവത്തിന്റെ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്? അപ്പോ മാത്രമല്ല ഇയാൾ അതിന് ശേഷം ഈ പുസ്തകത്തിനെയൊക്കെ മൈൻഡ് ചെയ്യാതെ ഇയാൾ നോവൽ എഴുതാൻ തുടങ്ങി, നരവണ. അപ്പോ ആ പണിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റേ കേസ് എന്താന്ന് വെച്ചാൽ ഈ സോണിയാഗാന്ധിയുടെ കാലത്ത്, അതായത് മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത് സോണിയാഗാന്ധിയുടെ പാവയാണല്ലോ. അപ്പൊ ആ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ 2007 മേജർ ജനറൽ വി കെ സിംഗ് റോയിൽ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങില് പട്ടാളത്തിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ റോയിലായിരുന്നു. അപ്പൊ റോയിലെ എക്സ്പീരിയൻസിനെ പറ്റി അങ്ങേര് 2007 ഇന്ത്യാസ് എക്സ്റ്റേണൽ ഇന്റലിജൻസ് സീക്രട്സ് ഓഫ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, റോയുടെ രഹസ്യങ്ങൾ അല്ലേ എന്ന് പറഞ്ഞിട്ട് മനസ് പബ്ലിക്കേഷൻസ് ഒരു പുസ്തകം അച്ചടിച്ചിട്ട് ഇറക്കി, പ്രസിദ്ധീകരിച്ചു. നരവണയുടേത് പ്രസിദ്ധീകരിച്ചില്ലല്ലോ, അപ്രകാശിതല്ലേ, അച്ചടിച്ചെങ്കിലും പ്രസിദ്ധീകരിച്ചില്ല. അപ്പോൾ ആ പുസ്തകത്തിനെതിരെ CBI കേസെടുത്തിട്ട് ഈ ജനറലിനെ പീഡിപ്പിക്കാൻ തുടങ്ങി ആ കാലത്ത്. ഇത് നരവണയുടെ പുസ്തകം 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്നതാണ്. മേജർ ജനറൽ വി കെ സിംഗിന്റെ പുസ്തകം ഇന്ത്യാസ് എക്സ്റ്റേണൽ ഇന്റലിജൻസ് സീക്രട്സ് ഓഫ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്. ഇത് റോയെ പറ്റി ഒരുപാട് രഹസ്യങ്ങൾ, ആവശ്യമില്ലാത്ത രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന പുസ്തകമാണിത്. റോയുടെ ഈ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ്, ലൊക്കേഷൻ, അതിന്റെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ പറയുന്ന ഒരു പുസ്തകമാണിത്. പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒഫീഷ്യൽ സീക്രട്സ് ആക്ട്, അത് തന്നെയാണല്ലോ നരവണയുടെ പുസ്തകത്തിലും. ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് വെച്ചിട്ടാണ് CBI അതിനെതിരെ കേസെടുത്തത്. അപ്പോൾ 2002 മേജർ ജനറൽ വി കെ സിംഗ് റിട്ടയർ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് എക്സ്റ്റൻഷനിൽ തുടരുകയായിരുന്നു 2007 വരെ റോയിൽ. ആ അനുഭവം ആണ് വി കെ സിംഗ് എഴുതിയത് റോയെ പറ്റി. അപ്പോൾ CBI എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കേസെടുത്ത ശേഷം ഈ വി കെ സിംഗിൻ്റെ, മേജർ ജനറൽ വി കെ സിംഗിൻ്റെ ഗുരുഗ്രാമിലെ
വീട് റെയ്ഡ് ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടർ, പാസ്പോർട്ട്, ഡയറികൾ ഒക്കെ എടുത്തുകൊണ്ടുപോയി, കണ്ടുകെട്ടി. ഇത് മുഴുവൻ കൊണ്ടുപോയി. ഇപ്പൊ 81 വയസ്സായി VK സിംഗിന്. അദ്ദേഹം ഇപ്പോഴും കേസ് നടത്തിക്കൊണ്ടിരിക്കുക. ജാമ്യത്തിലാണിപ്പോൾ അദ്ദേഹം. വിചാരണ തുടങ്ങിയിട്ടില്ല ആ കേസിൽ. ഒരു കോപ്പി വേണം ഈ കേസിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് സുപ്രീം കോടതിയിൽ കഴിഞ്ഞ മാസം അപേക്ഷ കൊടുത്തു VK സിംഗ്. ഇതിൻ്റെ കോപ്പി ഒരെണ്ണം ഇപ്പോൾ ഇല്ലല്ലോ, അച്ചടിച്ചെങ്കിലും എല്ലാം CBI കണ്ടുകെട്ടിക്കൊണ്ടുപോയല്ലോ. ഒരു കോപ്പി കിട്ടിയാൽ കൊള്ളാം കേസ് നടത്താൻ എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ കഴിഞ്ഞ മാസം VK സിംഗ് ഒരു അപേക്ഷ കൊടുത്തു. കോർ ഓഫ് സിഗ്നൽസിൽ, ആർമിയുടെ കോർ ഓഫ് സിഗ്നൽസിലാണ് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്നത്, മേജർ ജനറൽ VK സിംഗ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, റിട്ടയർ ചെയ്ത പട്ടാളക്കാരിങ്ങനെ അനുവാദത്തിന് നോക്കി നിൽക്കേണ്ടതില്ല. കയ്യെഴുത്ത് പ്രതി സബ്മിറ്റ് ചെയ്യേണ്ടത് എന്തിനാണ് ഈ നരവണയുടെ പ്രസാധകർ പെൻഗ്വിൻ ഇത് ചോദിച്ചതെന്ന് തന്നെ അറിഞ്ഞുകൂടാ എന്നാണ് VK സിംഗ് പറയുന്നത് പ്രതിരോധ വകുപ്പിനോട്. പ്രസാധകനല്ല, ഈ ആർമി ഓഫീസറല്ലേ അനുവാദം ചോദിക്കേണ്ടത്? ന്യായമല്ലേ? ന്യായമായ ചോദ്യമാണ്. ഒരാവശ്യമില്ലാതെ പ്രസാധകൻ പെൻഗ്വിൻ പ്രതിരോധ വകുപ്പിനോട് അനുവാദം ചോദിച്ചതാണ് എന്നാണ് VK സിംഗ് പറയുന്നത്. അപ്പൊ അവർ നോക്കിയപ്പോൾ ഇതിൻ്റെ അകത്ത് അനാവശ്യമൊക്കെ ഉണ്ട് പുസ്തകത്തിൽ, നിങ്ങൾ പ്രസിദ്ധീകരിക്കണ്ട എന്ന് പ്രതിരോധ വകുപ്പ് പറഞ്ഞു പെൻഗ്വിനോട്. അപ്പോൾ ഈ നരവണയുടെ പുസ്തകത്തിനെ പറ്റി PTI 2023 ഡിസംബർ 18 പുസ്തകത്തിൽ ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് PTI റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. 2024 ജൂണിൽ ഇത് ലോഞ്ച് ചെയ്യാൻ, ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാനായിരുന്നു പരിപാടി. പ്രീ പബ്ലിക്കേഷൻ പൈസയും ഒക്കെ പലരും അടയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. 1954 ആർമി റൂൾസ് സെക്ഷൻ 21, ഇതാണ് വ്യവസ്ഥ 21, വകുപ്പ് 21. അതാണ് ഇതിൽ ബാധകം. കേന്ദ്ര സർക്കാരിൻ്റെ അനുവാദം ആർമി ഓഫീസർമാർ പുസ്തകം എഴുതുമ്പോൾ വാങ്ങിച്ചിരിക്കണം എന്നാണ് ആ നിയമത്തിൽ പറയുന്നത്. അത് സെർവിങ് ഓഫീസേഴ്സിന് മാത്രം ബാധകമാണെന്നാണ് VK സിംഗ് പറയുന്നത്. അതുകൊണ്ടാണ് VK സിംഗ് അനുവാദം ചോദിക്കാതിരുന്നത്. അതേ അനുവാദം ചോദിക്കാതെയാണ് റോയെ പറ്റി പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഈ സെൻട്രൽ സിവിൽ സർവീസസ് പെൻഷൻ റൂൾസ് 1972 എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. ആ റൂൾസ് IBBSF ഓഫീസേഴ്സിന് മാത്രമാണ് ബാധകം എന്നാണ് VK സിംഗ് പറയുന്നത്. ആംഡ് ഫോഴ്സസിന് ആ പെൻഷൻ റൂൾസിൽ ബാധകമല്ല ഇത്തരം കാര്യങ്ങൾ. 2021 ഒരു ഭേദഗതി വന്നു. അത് കഴിഞ്ഞ് സിവിലിയൻ ഓഫീസേഴ്സിന്, അതിൽ നിന്ന് സിവിലിയൻ ഓഫീസേഴ്സിനാണ് അത് ബാധകം എന്നാണ് VK സിംഗ് പറയുന്നത്, പട്ടാള ഓഫീസർമാർക്കല്ല. 2021 ഭേദഗതി പ്രകാരം സിവിലിയൻ ഓഫീസർമാർ, കേന്ദ്ര സർക്കാരിലുള്ളവർ ഈ കയ്യെഴുത്ത് പ്രതി സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിട്ടയർ ചെയ്ത ധാരാളം ആർമി റോ ഓഫീസർമാർ പുസ്തകങ്ങൾ എഴുതി ധാരാളം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ പറഞ്ഞില്ലേ 35 എണ്ണം ഈ നരവണയുടെ കാലത്ത്. അപ്പോൾ VK സിംഗ് പറയുന്നത്, VK സിംഗ് 20 കൊല്ലമായിട്ട് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അത് കണ്ട് പേടിച്ചിട്ടാണ് പലരും കയ്യെഴുത്ത് പ്രതി സബ്മിറ്റ് ചെയ്യുന്നത് എന്നാണ് VK സിംഗ് പറയുന്നത്. അപ്പോൾ ഈ ഡെപ്യൂട്ടേഷനിൽ റോയിൽ ജോലി ചെയ്തിരുന്ന ആളുകൾ, DRDOയിൽ ജോലി ചെയ്തിരുന്ന ആളുകൾ, നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷനിൽ ജോലി ചെയ്തിരുന്ന ആളുകൾ ഒക്കെ പുസ്തകം എഴുതുമ്പോൾ ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് റോയിൽ കറപ്ഷൻ ഉണ്ടെന്നും ഒക്കെ ഒരു വിസിൽ ബ്ലോയർ എന്നുള്ള നിലയ്ക്ക് ഞാൻ എഴുതിയതാണെന്നാണ് VK സിംഗ് പറയുന്നത്. എങ്കിൽ പിന്നെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പ്രയാസമാണല്ലോ. അതിൻ്റെ ലൊക്കേഷൻസ് പറയുന്നുണ്ട്, അപ്ഗ്രഡേഷൻസ് പറയുന്നുണ്ട്. റോയിലെ ഓഫീസർമാരുടെ ചുമതലകൾ എന്താണ് എന്നൊക്കെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ശത്രുക്കൾക്കൊരു ആയുധം കൊടുക്കുന്ന പുസ്തകമാണത്. അപ്പോൾ കുറ്റപത്രത്തിന് ആധാരമായ രേഖകൾ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് VK സിംഗ് 2009 മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് കൊടുത്തിരുന്നു. 2025 സെപ്റ്റംബറിൽ കോടതി വിധിച്ചു, മജിസ്ട്രേറ്റ് കോടതി വിധിച്ചു.
ആ പുസ്തകത്തിൽ റോയെ പറ്റി വി കെ സിംഗ് എഴുതിയ പുസ്തകത്തിൽ കുഴപ്പം പിടിച്ച ഭാഗങ്ങളൊക്കെ കറുപ്പടിച്ചിട്ട് പ്രസിദ്ധീകരിക്കാം, വിൽക്കാം. അത് നല്ല പണിയാണല്ലോ, പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ ഇരുന്നിട്ട് പിന്നെ കറുപ്പടിക്കുന്നത് എന്ന് പറഞ്ഞു. പരിശോധന, നിങ്ങൾക്ക് രേഖകൾ പരിശോധിക്കണം എന്ന് പറഞ്ഞല്ലോ, കുറ്റപത്രത്തിന് ആധാരമായത്. അത് രാവിലെ 9 മുതൽ രാത്രി 9 വരെ ഒരു ദിവസം പരിശോധിച്ചോളൂ എന്നും കോടതി പറഞ്ഞിരുന്നു. അതിനെതിരെ സുപ്രീം കോടതിയിൽ വി കെ സിംഗ് കേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നരവണെ ഈ പുസ്തകത്തിനെ പറ്റി ചോദിക്കുമ്പോൾ ഞാൻ ആ കേസ് വിട്ടു എന്നാണ് നരവണെ പറയുന്നത്. നരവണെ വിട്ട കേസാണ് രാഹുൽ ഗാന്ധി എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ചൈനയും ഇന്ത്യയും തമ്മിൽ ഇപ്പൊ സൗഹൃദമാണല്ലോ, ആ സൗഹൃദം പാടില്ല ഒരു കാരണവശാലും എന്നാണ് രാഹുൽ ഗാന്ധിയുടെ മുതലാളിമാരുടെ ആഗ്രഹം. അതാണ് രാഹുൽ ഗാന്ധി നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. നരവണെ ഒരു ഡിറ്റക്റ്റീവ് നോവൽ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ദ കന്റോൺമെന്റ് കോൺസ്പിറസി, കന്റോൺമെന്റ് ഗൂഢാലോചന എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പുള്ളി നോവലേറ്റിലേക്ക് കയറി നരവണെ. അപ്പോഴാണ് ഈ ഭാവനയിൽ സൃഷ്ടിച്ച കാര്യങ്ങളുമായിട്ട് കോർത്തിണക്കി രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഓർക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, അങ്ങേരുടെ അമ്മ തന്നെ ഒരു പട്ടാള ഓഫീസർ എഴുതിയ പുസ്തകം, റോയെ പറ്റി എഴുതിയൊരു പുസ്തകം നിരോധിച്ചിട്ടുണ്ട് 2007. രാഹുൽ ഗാന്ധി മറ്റേ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ആ പുസ്തകം കൂടി ഒന്ന് പൊക്കി കാണിച്ചാൽ കൊള്ളാം. അതല്ലെങ്കിൽ നിഷികാന്ത് ദുബെ, BJPയുടെ MP, അദ്ദേഹത്തിന് ഈ വി കെ സിംഗ് എഴുതിയ റോയെ പറ്റിയിട്ടുള്ള പുസ്തകം ലോക്സഭയിൽ പൊക്കി കാണിച്ചിട്ട് രാഹുൽ ഗാന്ധിയോട് ഉത്തരം പറയാം. എന്തുകൊണ്ട് നിങ്ങളുടെ അമ്മ ഇത് നിരോധിച്ചു എന്ന് ചോദിക്കാം. എല്ലാത്തിനും ഉത്തരം വേണ്ടേ ഒരു ജനാധിപത്യ രാജ്യം? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.